ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. 2 ആഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞത്. പരാതി നൽകാൻ വൈകിയതെന്തെന്നും കോടതി ചോദിച്ചു. ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദും സിദ്ദീഖിന്റെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് അഹമ്മദ് മുജ്തബയും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദിലേക്കാണ്. ധനസുമോദ്, ഒരു താൽക്കാലിക ആശ്വാസം സിദ്ദീഖിന് ലഭ്യമായിരിക്കുകയാണ്. പക്ഷേ ഇന്ന് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നൊക്കെ പറയുമ്പോഴും സിദ്ദീഖിനെതിരായ ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഏവർക്കും ഉണ്ടായിരുന്നത്. ഇന്ന് എന്തൊക്കെ നിരീക്ഷണങ്ങളിലേക്കാണ് കോടതി കടന്നത്? ഇന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകനായ മുകുൾ റോത്തക്കി 31 വാദമുഖങ്ങളാണ് എഴുതി സുപ്രീം കോടതി മുമ്പാകെ സമർപ്പിച്ചിരുന്നെങ്കിൽ പോലും ഇന്ന് ആദ്യത്തെ ഒരു വാദമുഖം മാത്രമാണ് അദ്ദേഹം പുറത്തേക്കെടുത്തത്. കാരണം 8 വർഷത്തെ ഒരു കാലതാമസം ഈ പരാതി നൽകാൻ ഈ കേസിൽ ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇത് കോടതിക്കും ഏകദേശം കൺവിൻസിംഗ് ആയിരുന്നു. കോടതി തന്നെ 8 വർഷമുണ്ടല്ലേ എന്നുള്ളൊരു കാര്യം തന്നെ ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ അതിജീവിതയുടെ അഭിഭാഷക വൃന്ദ ഗ്രോവർ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് 8 വർഷം കാലാവധി താമസമുണ്ടായത് എന്നുള്ളത് വിശദീകരിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ഐശ്വര്യ ഭാട്ടി ASGയും ഇക്കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. കാര്യം അവർ സംസ്ഥാനം ചൂണ്ടിക്കാട്ടിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ പരാതി വന്നത്. 29 പരാതികൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുകുൾ റോത്തക്കി അദ്ദേഹത്തിന്റെ സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഇടപെടുകയായിരുന്നു. 29 പരാതി വന്നെങ്കിൽ പോലും അതിൽ ഒരു പരാതി മാത്രമാണ് തനിക്കെതിരെ ഉള്ളത്. അതും 2016 സംഭവിച്ചു എന്ന് പറയുന്ന വിഷയമാണ്. ഇതിനിടയിൽ പല തവണ ഫേസ്ബുക്ക് പോസ്റ്റ് നടനെതിരെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഒരു പരാതിയിലേക്ക് ലൈംഗിക പീഡന പരാതി നൽകാനുള്ള ഒരു മനസാന്നിധ്യം ഈ അതിജീവിതയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു നിലപാടിലേക്കാണ് സുപ്രീം കോടതി സിദ്ദീഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ നമ്മൾ കണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട പുരോഗമനപരമായ പല നിരീക്ഷണങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വരുന്നവരെ അവഹേളിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാഹചര്യ തെളിവുകൾ അതിശക്തമാണ് എന്നുള്ള കാര്യവും കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കാരണം കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാനദണ്ഡമായി ഇപ്പോൾ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവിലേക്ക് സുപ്രീം കോടതി കടക്കാനായി എടുത്തിരിക്കുന്നത്? അമൃത, ഇതിൽ ഏതൊക്കെ അങ്ങനെ ഇഴകീറിയുള്ള ഒരു പരാമർശത്തിലേക്കോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടോ അവരുടെ കണ്ടെത്തലോ മൊഴി പകർപ്പോ അങ്ങനെ വിശദമായിട്ടുള്ള ഒരു പരിഗണനയൊന്നും ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഈ ഒരു 8 വർഷം ഇതിന്റെ ഒരു കാലാവധി എങ്ങനെ എടുത്തു, അതിന് ഒരു കൃത്യമായ ഒരു ജസ്റ്റിഫിക്കേഷൻ നൽകാനായി സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ അതിജീവിതയുടെ അഭിഭാഷകനോ കഴിഞ്ഞില്ല. മാത്രമല്ല അവർക്ക് കഴിഞ്ഞില്ല എന്നതിനേക്കാൾ കൂടുതലായിട്ട് മുകുൾ റോത്തക്കി, അതായത് സിദ്ദിഖിന്റെ അഭിഭാഷകന് ഇക്കാര്യത്തിൽ ഒരു 8 വർഷം ഉണ്ടായത് എന്നുള്ളത് വലിയ കാലയളവാണെന്നും ഇതിനിടയിൽ പരാതി വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. മാത്രമല്ല ഇവർ ഇതിനകം തന്നെ പല തവണ ഫേസ്ബുക്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പരാതി നടനെതിരെ പരാമർശം നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. 365ഓളം സിനിമകളിൽ അഭിനയിച്ച ഒരാളാണ്, സൂപ്പർ സ്റ്റാർ ആണ് എന്നൊക്കെ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷക പറഞ്ഞു നോക്കിയെങ്കിൽ പോലും സുപ്രീം കോടതി അത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല. മാത്രമല്ല നേരത്തെ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിച്ച അതേ വാദമുഖങ്ങൾ തന്നെയാണ്. അതായത് കാലതാമസം ഹൈക്കോടതി തള്ളിക്കളഞ്ഞതാണ്. ഹൈക്കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയത് ഇരയ്ക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ, അത് എത്ര വർഷം കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞത് അവർ പഞ്ചാബ് ഹൈക്കോടതിയുടെ ഒരു വിധി ചൂണ്ടിക്കാട്ടിയാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയുള്ള ഒരു വിധിയെ ഈ തരത്തിലുള്ള കാലതാമസത്തിന് 8 വർഷത്തെ കാലതാമസത്തെ അങ്ങനെ സാധൂകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മുകുൾ റോത്തക്കി പറഞ്ഞത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിശദമായ വാദം കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിദ്ദിഖിന്റെ വാദത്തിൽ, സിദ്ദിഖിന്റെ ഹർജിയിൽ ഒരു കഴമ്പുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കേസ് വിശദമായ വാദത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ഈ ഒരു കാലഘട്ടത്താണ്, അതായത് ഈ 2 ആഴ്ച ഒരു കാരണവശാലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും വിശദമായ വാദം അതിജീവിതയ്ക്ക് എഴുതി നൽകാമെന്നും സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ കൃത്യമായി എഴുതി നൽകാമെന്നും
പറഞ്ഞു. അതേസമയം തന്നെ ഹൈക്കോടതിയിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റ് കക്ഷികളായിട്ടുള്ള പല ആളുകളും ഉണ്ടായിരുന്നു. ആ കക്ഷികളെ പങ്കെടുപ്പിക്കാൻ ഇവിടെ ഹർജിയിൽ കക്ഷി ചേരാൻ സുപ്രീം കോടതി അനുവദിച്ചില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാർ, അതിജീവിത, സിദ്ദിഖ് എന്നീ 3 പേരിൽ മാത്രമാണ് ഈ ഹർജി ഇപ്പോൾ ചുറ്റിത്തിരിയുന്നത്. ഇത് 2 ആഴ്ചക്കുള്ളിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് ഹർജി പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. തനസുബോധ്, 2 ആഴ്ചത്തെ സമയം ഇപ്പോൾ സിദ്ദിഖിന് ലഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ സിദ്ദിഖ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുമെന്നുള്ള കാര്യം. അത് ഒരു ഭാഗത്തിരിക്കട്ടെ. പക്ഷേ ഈ 2 ആഴ്ച എന്ന് പറയുമ്പോഴും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുക, ഇതിനൊക്കെയുള്ളൊരു സമയം കൂടി ലഭിക്കുകയല്ലേ നിലവിൽ? നേരത്തെ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ പ്രധാനമായും എടുത്തു പറഞ്ഞൊരു പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ അതിജീവിതയുടെ ഭാഗത്തുനിന്നുണ്ടായ വാദം എന്ന് പറയുന്നത് തന്നെ സിദ്ദിഖിന്റെ മറ്റൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. ഈ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് മറ്റു പല സ്ത്രീകളെയും ചാറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ പേജ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പേജ് ഡിലീറ്റ് ചെയ്യപ്പെട്ടാൽ പോലും മെറ്റ വഴി എടുക്കാം എന്നുള്ള ഒരു വാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ സിദ്ദിഖ് ചോദ്യം ചെയ്യപ്പെടാതെയും അറസ്റ്റ് ചെയ്യപ്പെടാതെയും പുറത്തു നിൽക്കുന്ന സമയത്താണ് ഈ പേജ് ഡിലീറ്റ് ആയി പോകുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ സിദ്ദിഖ് പുറത്തു നിൽക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തെളിവ് അട്ടിമറിക്കാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. പക്ഷേ മുഗൾ റോത്തക്കിയുടെ വാദം, സിദ്ദിഖിന്റെ അഭിഭാഷകന്റെ വാദം, ഈ 8 വർഷമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നശിപ്പിക്കാനുള്ളത്? കാരണം 8 വർഷത്തിനുള്ളിൽ ഇനി ഒരു പുതിയൊരു കാര്യം ഇതിനകത്ത് കണ്ടെത്താനില്ല. മാത്രമല്ല അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു, സാക്ഷിമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു, അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ പീഡനം ഉണ്ടായി എന്ന് ആരോപിക്കപ്പെടുന്ന സ്ഥലത്ത് മസ്കറ്റ് ഹോട്ടലിൽ തെളിവ് രേഖപ്പെടുത്തിയും കഴിഞ്ഞു. അതുകൊണ്ട് ഇനി കോടതി ഉന്നയിക്കുന്ന, കോടതി ആവശ്യപ്പെടുന്ന ഏത് തരത്തിലുള്ള വ്യവസ്ഥകൾക്കും വിധേയമായി താൻ നിന്നുകൊള്ളാം. ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകാതിരിക്കരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി ഏതൊക്കെ തരത്തിലുള്ള വ്യവസ്ഥകളാണ് സിദ്ദിഖിന്റെ മേൽ ചുമത്തേണ്ടത് എന്നുള്ളൊരു കാര്യം കീഴ്ക്കോടതിക്കാണ് ചെയ്യാനുള്ളത്. കീഴ്ക്കോടതി ഇക്കാര്യത്തിൽ വിശദമായ ഒരു വ്യവസ്ഥകൾ പാലിക്കും. ഈ അന്വേഷണ സംഘത്തിനോട് പൂർണ്ണമായി സഹകരിക്കാമെന്ന് ഇതിനകം തന്നെ സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഉറപ്പുകൊടുത്തതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യ ഹർജി 2 ആഴ്ച കഴിഞ്ഞത്തേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയത്. കാര്യം താൻ ഒരിക്കലും ഈ രാജ്യം വിട്ടുപോകാനുള്ള ആളല്ല. താനൊരു 365 സിനിമയിൽ തന്നെ അഭിനയിച്ച ആളാണ്, ജനമധ്യത്തിൽ തന്നെ ഉള്ള ആളാണ് തുടങ്ങിയ കാര്യങ്ങൾ തന്നെ, അതായത് ഹൈക്കോടതിയിൽ പരാജയപ്പെട്ട വാദങ്ങൾ തന്നെ അതേ വാദങ്ങൾ ഉന്നയിച്ച് സുപ്രീം കോടതിയിൽ നിന്നും ഒരു താൽക്കാലിക ഒരു മേൽക്കൈ സിദ്ദിഖിന്റെ അഭിഭാഷകൻ നേടിയെടുക്കുകയായിരുന്നു.